ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് പെട്രോൾ പമ്പുകളിൽ നിന്നും ഇന്ധനം നിഷേധിക്കുന്ന പൈലറ്റ് പദ്ധതിക്ക് രൂപം നൽകാൻ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനും ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്കും നിർദ്ദേശം നൽകി. ഇൻഷുറൻസ് രഹിത വാഹനങ്ങൾ ഉണ്ടാക്കുന്ന അപകടങ്ങളിൽ ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ ഈ നിരീക്ഷണം. ഇത്തരം വാഹനങ്ങളെ വേഗത്തിൽ തിരിച്ചറിയാനും പിഴ ഈടാക്കാനും സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ഇതിനു പുറമെ രാജ്യത്തെ മുഴുവൻ റോഡുകളിലും കാൽനടയാത്രക്കാർക്കായി കൃത്യമായി വേർതിരിച്ചതും കയ്യേറ്റമില്ലാത്തതുമായ ഫുട്പാത്തുകൾ ഉറപ്പാക്കണമെന്ന് ജസ്റ്റിസ് പി എസ് നരസിംഹ, ജസ്റ്റിസ് അലോക് ആരാധെ എന്നിവരടങ്ങിയ ബെഞ്ച് കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. ഫുട്പാത്തുകളിലൂടെയുള്ള സുരക്ഷിതമായ സഞ്ചാരം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശമാണെന്നും റോഡുകളിൽ മോട്ടോർ വാഹനങ്ങളെക്കാൾ മുൻഗണന നൽകേണ്ടത് കാൽനട യാത്രക്കാർക്കാണെന്നും കോടതി ഓർമ്മിപ്പിച്ചു. വലിയ സാമ്പത്തിക നിക്ഷേപമോ നിർമ്മാണങ്ങളോ ഇല്ലാതെ തന്നെ ആവശ്യമെങ്കിൽ കയറുകൾ ഉപയോഗിച്ചോ അതിർത്തി തിരിച്ചാണെങ്കിലും കാൽനടപാതകൾ കൃത്യമായി അടയാളപ്പെടുത്താൻ സാധിക്കുമെന്ന് ബെഞ്ച് ചൂണ്ടിക്കാട്ടി. കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ KM നടരാജന് 2 ആഴ്ചത്തെ സമയം അനുവദിച്ചുകൊണ്ട് കോടതി ഹർജി പരിഗണിക്കുന്നത് മാറ്റിവെച്ചു. എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.